Module 2, Gandhian Constructive Programs. So constructive programs of Gandhi. So what is a constructive program? Constructive program is a term coined by Mahatma Gandhi to describe one of the two branches of his satyagraha, the other being some form of non-violence resistance. Example, civil disobedience, sometimes referred to as obstructive program. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ഈ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ പ്രവർത്തനത്തിന്റെ മറ്റൊരു പ്രത്യേക തലമായിരുന്നു. നമ്മൾ നേരത്തെ കണ്ട സത്യാഗ്രഹം, അതുപോലെ തന്നെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, നോൺ കോപ്പറേഷൻ എന്നൊക്കെ പറയുന്ന പോലെ അതിന്റെ വേറൊരു ഭാഗത്ത് ഗാന്ധിജി കുറെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് നടത്തിയിരുന്നു. Constructive program is a way of carrying out a struggle through community and self-improvement by building structures, systems, processes, and resources that are alternatives to the oppression and promote self-sufficiency and unity in the resisting community. അപ്പോൾ ജനങ്ങൾക്കിടയിലെ സെൽഫ് സഫിഷ്യൻസി അതുപോലെ തന്നെ യൂണിറ്റി എന്നിവ ഉണ്ടാക്കാൻ വേണ്ടി ഒരു നിർമ്മാണാത്മകമായിട്ടുള്ള ചില പ്രോഗ്രാംസ് അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. അതിനെയാണ് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് എന്ന് വിളിക്കുന്നത്. Gandhi used the phrase constructive program to refer to the set of non-violent pragmatic actions that together he believed would enable India to achieve economic and political independence. അപ്പോൾ ഇന്ത്യയുടെ ഇക്കോണമിക് ആയിട്ടുള്ളതും പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇൻഡിപെൻഡൻസ്, രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, അതിലേക്ക് നയിക്കുന്ന പദ്ധതികളായിട്ടാണ് അദ്ദേഹം ഇത്തരം കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമുകളെ, നിർമ്മാണ പദ്ധതികളെ വിഭാവനം ചെയ്തിരുന്നത്. The program aimed to solve the serious problems that plagued India, such as extreme poverty and discrimination. അതിഭയങ്കരമായിട്ടുള്ള ദാരിദ്ര്യം, അതുപോലെ തന്നെ വലിയ ഡിസ്ക്രിമിനേഷൻ, ഇതൊക്കെ ഉള്ള ഒരു സമൂഹത്തെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നവയാണ് അദ്ദേഹത്തിന്റെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ്. ഇറ്റ് റെപ്രസെന്റഡ് an evolution of satyagraha in action from resistance and non-cooperation to performing specific duties through constructive work. നമ്മൾ നേരത്തെ കണ്ട റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ നോൺ കോപ്പറേഷൻ, ഇതിനൊക്കെ മാറിയിട്ട് കുറെ കൂടി സ്പെസിഫിക് ആയിട്ടുള്ള ചില ജോലികൾ ചെയ്യുക, ചില കർമ്മങ്ങൾ ചെയ്യുക, അതിലൂടെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുക, നടപ്പിലാക്കുക. ഇതാണ് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് കൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചതും നടപ്പിലാക്കിയതും. Gandhi recognized the value of constructive program and used it successfully as early as the first year of his campaigns in South Africa in 1894. 1894 സൗത്ത് ആഫ്രിക്കയിൽ തന്നെ ഈ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് അദ്ദേഹം നടപ്പിൽ വരുത്തി കാണിച്ചിട്ടുണ്ട്. The value of constructive program means the struggle for the independence of India cannot be overemphasized, as he described civil disobedience as an aid to constructive effort. വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഇന്ത്യയുടെ സിവിൽ ഡിസൊബീഡിയൻസിലെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസിനുണ്ട് എന്ന് ഗാന്ധിജി വിശ്വസിച്ചിരുന്നു. കൺസ്ട്രക്റ്റീവ് വർക്ക് വാസ് ദ ടേം ഗാന്ധി യൂസ്ഡ് ഫോർ ദ നോൺ വയലന്റ് ആക്ടിവിറ്റീസ് അണ്ടർടേക്കൻ ടു അച്ചീവ് ഇന്ത്യസ് ഇൻഡിപെൻഡൻസ്. It consists of ordinary people taking accountability for matters that are important to them, yet lacking in their community. For example, polluted water sources such as rivers were a source of disease in many communities. അപ്പോൾ ജനങ്ങൾ അവരുടെ സമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വ ബോധമുള്ള അംഗങ്ങളായി മാറുന്ന ഒരു പ്രത്യേകത കൂടി കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിനുണ്ട്. അതുകൊണ്ട് തന്നെ അവർ സമൂഹത്തിന് ആവശ്യമുള്ള ഉപകാരപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരുമിച്ച് ഒത്തുചേർന്ന് ചെയ്യുന്നു. അത് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകതയാണ്. And constructive work to solve this problem consists of villagers working together to make sure everyone in the community understands the dangers of polluting water, takes precautions to ensure their actions do not contribute to the problem, and works to eliminate existing pollution. ഇവിടെ ഒരു ഉദാഹരണം പറയുന്നു. ഒരു പൊല്യൂട്ടറായി കിടക്കുന്ന വാട്ടർ സോഴ്സസ്, മലിനമായി കിടക്കുന്ന ജലസ്രോതസ്സുകൾ ഉണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകൾ അതിന്റെ ഡേഞ്ചർ എന്താണെന്ന് മനസ്സിലാക്കുകയും അത് വൃത്തിയാക്കേണ്ടതിന്റെ ആവശ്യകത അവർക്ക് സ്വയം ബോധ്യപ്പെടുകയും അങ്ങനെ അവരൊരു കൂട്ടമായി അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് അത് ശുദ്ധീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് എ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇനി എന്താണ് എലമെന്റ്സ് ഓഫ് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം? ഈ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിൽ ഒരുപാട് എലമെന്റ്സ് ഉണ്ട് ഗാന്ധിജിയുടെ.
അതെന്താണെന്ന് നോക്കാം. The constructive program evolved over time, initially comprising 4 elements in 1919 and grew to 18 elements in 1945. തുടക്കത്തിൽ ഏതാണ്ട് 4 ഭാഗങ്ങളാണ് അതിനുണ്ടായിരുന്നത്. 1945 ആകുമ്പോഴേക്കും 18ഓളം വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങൾ ഇതിന്റെ ഭാഗമായി വന്നു. നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ഒന്നാമത്തത് കമ്മ്യൂണൽ യൂണിറ്റിയാണ് ഒരു പ്രത്യേകത. ഈ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിന്റെ ഒരു പാർട്ടാണ് കമ്മ്യൂണൽ യൂണിറ്റി. ഫോസ്റ്റേഴ്സ് സോളിഡാരിറ്റി ത്രൂ ഫ്രണ്ട്ഷിപ്സ് വിത്ത് ഫോളോവേഴ്സ് ഓഫ് അതർ റിലീജിയൻസ്. വ്യത്യസ്ത മതങ്ങളിലും വിശ്വാസങ്ങളിലുള്ള ആളുകൾ തമ്മിൽ ഒരു ഐക്യം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം ആയിരുന്നു ഗാന്ധിജിയുടെ. റിമൂവൽ ഓഫ് അൺടച്ചബിലിറ്റി, എലിമിനേറ്റ് ഐഡിയ ആൻഡ് കസ്റ്റംസ് ഓഫ് അൺടച്ചബിലിറ്റി ഫ്രം ഹിന്ദുയിസം. തൊട്ടുകൂടായ്മ അവസാനിപ്പിക്കുക. ഖാദിയെ പ്രൊമോട്ട് ചെയ്യുക. എക്കണോമിക് self-sufficiency through the production and buying of homespun cloth. നൂൽനൂറ്റ് അതിൽ വസ്ത്രങ്ങൾ ഉണ്ടാക്കി സാമ്പത്തികമായിട്ടുള്ള സുരക്ഷ അല്ലെങ്കിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക. അതർ വില്ലേജ് ഇൻഡസ്ട്രീസ്, ഖാദിയോടൊപ്പം തന്നെ മറ്റ് വില്ലേജ് ഇൻഡസ്ട്രീസിനെയും ഗ്രാമ വ്യവസായങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. കോട്ടേജ് ഇൻഡസ്ട്രീസിനെ സപ്പോർട്ട് ചെയ്യുക. നാഷണൽ സപ്പോർട്ട് ഫോർ ലോക്കൽ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. വിമൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റ്, ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ്. ചേഞ്ച് മൈൻഡ് സെറ്റ്സ്, ബിഹേവിയേഴ്സ് ആൻഡ് ലോസ് ടു റിഫ്ലക്ട് ദ ഈക്വൽ സ്റ്റാറ്റസ് ഓഫ് വിമൻ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങളും അധികാരങ്ങളും റെസ്പോൺസിബിലിറ്റീസും കൊടുക്കുക. മറ്റൊന്ന് കിസാൻസ് അല്ലെങ്കിൽ ഫാമേഴ്സ്, അവരെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ട് പെസൻസ് ഇൻ ദെയർ നോൺ വയലൻസ് സ്ട്രഗിൾസ്. ലേബർ, തൊഴിലാളികൾ, യൂസ് നോൺ വയലന്റ് മെത്തേഡ്സ് ഫോർ സോൾവിങ് ഓൾ ലേബർ ഡിസ്പ്യൂട്ട്സ്. എല്ലാ തൊഴിൽ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി നോൺ വയലന്റ് ആയിട്ടുള്ള മാതൃകകൾ കൊണ്ടുവരിക. ആദിവാസികളും ഇതിന്റെ ഭാഗമാണ്. സപ്പോർട്ട് ഫോർ ദ ലാർജ് ഇൻഡിജിനസ് പോപ്പുലേഷൻ വിത്തിൻ ഇന്ത്യ. ആദിവാസികൾക്ക് സപ്പോർട്ട്. The ninth one is basic or new education. Connect the children of India to all that is best and lasting in India. അങ്ങനെ ബേസിക് ആൻഡ് ന്യൂ എഡ്യൂക്കേഷൻ കൊണ്ടുവരിക. അഡൾട്ട് എഡ്യൂക്കേഷൻ. Instill self-sufficiency and non-violence through the constructive program. അഡൾട്ട് എഡ്യൂക്കേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് സഫിഷ്യൻസിയാണ്. സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുക. സ്റ്റുഡൻസിന്റെ കാര്യത്തിൽ റീഡിഫൈൻ ഹയർ എഡ്യൂക്കേഷൻ ആസ് സർവീസ് ടു അതേഴ്സ് ത്രൂ ദ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം. ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഉള്ള ഒരു സേവനമായിട്ട് മാറ്റുക. എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ടീച്ച് പീപ്പിൾ ഹൗ ടു അച്ചീവ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. എങ്ങനെ ആളുകൾക്കിടയിൽ ആരോഗ്യത്തെക്കുറിച്ചും ഹൈജീനെ കുറിച്ചും ബോധവൽക്കരണം നടത്തുക. വില്ലേജ് സാനിറ്റൈസേഷൻ. ടീച്ച് പീപ്പിൾ ഹൗ ദെയർ കമ്മ്യൂണൽ സ്പേസസ് ഇമ്പാക്ട് ദെയർ ഹെൽത്ത്. എങ്ങനെയാണ് ചുറ്റുപാടുകൾ അവരുടെ ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നത്, ചുറ്റുപാടുകൾ വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത. പ്രൊവിൻഷ്യൽ ലാംഗ്വേജസ്. യൂസ് ആൻഡ് ഇവോൾവ് ദ മെനി ഡിഫറെന്റ് ലോക്കൽ ലാംഗ്വേജസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാഷകളെ, നാടൻ ഭാഷകളെയൊക്കെ പരിപോഷിപ്പിക്കുക, നിലനിർത്തുക. നാഷണൽ ലാംഗ്വേജ്. യൂസ് വൈഡ് സ്പ്രെഡ് ഇന്ത്യൻ ലാംഗ്വേജ് ഹിന്ദി ഫോർ നാഷണൽ കമ്മ്യൂണിക്കേഷൻ. നാഷണൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഹിന്ദിയെ സപ്പോർട്ട് ചെയ്യുക, അതിനെ പരിപോഷിപ്പിക്കുക, പ്രചരിപ്പിക്കുക. പ്രൊഹിബിഷൻ. റീപ്ലേസ് ഓപ്പിയം ആൻഡ് ആൽക്കഹോൾ അഡിക്ഷൻ വിത്ത് ഹെൽത്ത് ആൻഡ് ഇൻസ്പയറിംഗ് ഓൾട്ടർനേറ്റീവ്സ്. പ്രൊഹിബിഷൻ, ലഹരികളുടെ നിർമ്മാർജ്ജനം, ലഹരി വസ്തുക്കൾ നിരോധിക്കുക, അതിന്റെ ഉപയോഗമില്ലാതെയാക്കുക. അടുത്തത് എക്കണോമിക് ഇക്വാലിറ്റി. ഡിക്രീസ് വെൽത്ത് ഡിസ്പാരിറ്റി ഇൻ ഇന്ത്യ ബൈ ഡൊണേറ്റിംഗ് പേഴ്സണൽ വെൽത്ത് ടു സെർവ് ദ കോമൺ ഗുഡ്. ആളുകൾ തമ്മിലുള്ള സ്വത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഉയർച്ച താഴ്ചകൾ ഇല്ലാതെയാക്കാൻ വേണ്ടി ഉള്ളവർ ഇല്ലാത്തവർക്ക് ധാരാളമായിട്ട് ദാനം ചെയ്യുക. ലെപ്പേഴ്സ്, കുഷ്ഠരോഗികളുടെ ഇടയിലുള്ള പ്രവർത്തനം. പ്രൊവൈഡ് കെയർ ഫോർ പീപ്പിൾ സഫറിംഗ് ഫ്രം ലെപ്രസി ആസ് എ നാഷണൽ ഡ്യൂട്ടി. ഒരു ഡ്യൂട്ടി ആയിട്ട് തന്നെ, ഒരു വലിയ ഉത്തരവാദിത്തമായിട്ട് എല്ലാവരും ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ് കുഷ്ഠരോഗികളുടെ പരിചരണം. ഇതൊക്കെ ഗാന്ധിജിയുടെ എലമെന്റ്സ് ഓഫ് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം, ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിന്റെ വ്യത്യസ്തമായിട്ടുള്ള എലമെന്റ്സ് ആണ്. ഹിന്ദ് സ്വരാജിനെ കുറിച്ച് പറയാം. ഹിന്ദ് സ്വരാജ് ഒരു പുസ്തകം 1909 ഗാന്ധിജി എഴുതുന്നതാണ്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് 20 ഷോർട്ട് ചാപ്റ്റേഴ്സ്. വളരെ ചെറിയൊരു പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. അപ്പൊ തുടക്കത്തിൽ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കത്തിലാണ് അദ്ദേഹം അത് എഴുതുന്നത്. ഇറ്റ് വാസ് റിട്ടൺ ഇൻ ഗുജറാത്തി. ഇറ്റ് ഈസ് റിട്ടൺ ഇൻ എ dialogic form between a reader and editor of a journal or newspaper. The advantage of dialogic form is that it provides the editor
with an opportunity to discuss the entire gamut of issues with all their implications and intricacies. അപ്പോൾ ഈ പുസ്തകം ഗാന്ധിജി എഴുതിയിരിക്കുന്നത് ഒരു രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണമായിട്ടാണ്. ഒരു എഴുത്തുകാരനും ഒരു വാരികയുടെ എഡിറ്ററും തമ്മിലുള്ള സംഭാഷണമാണ്. അപ്പോൾ എഴുത്തുകാരൻ ചോദ്യങ്ങൾ ചോദിക്കുന്നു, എഡിറ്റർ ഉത്തരം പറയുന്നു. എഡിറ്റർ ഇവിടെ ഗാന്ധിജി തന്നെയാണ്, ഗാന്ധിജിയാണ് ഉത്തരം പറയുന്നത്. അപ്പോൾ ചോദ്യവും ഉത്തരവും എന്ന രീതിയിലാണ് ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുള്ളത്. അതിൽ ഗാന്ധിജി ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചും ഒക്കെയുള്ള ധാരാളം ഗാന്ധിജിയുടെ അഭിപ്രായങ്ങളാണ് ഹിന്ദു സ്വരാജിൽ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് നമുക്ക് ഇവിടെ നോക്കാം. ഒന്ന്, മോഡേൺ സിവിലൈസേഷനെ കുറിച്ച് ഗാന്ധിജി പറയുന്നതാണ്. ദ മാലൈസ് ഓഫ് മോഡേൺ സിവിലൈസേഷൻ. മോഡേൺ സിവിലൈസേഷൻ എത്രത്തോളം മോശമാണ് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. Gandhi's Hind Swaraj is primarily known for his trenchant critique of modern civilization. അതിശക്തമായിട്ടാണ് മോഡേൺ സിവിലൈസേഷനെ, ആധുനിക സംസ്കാരത്തെ ഗാന്ധിജി വിമർശിക്കുന്നത്. In Hind Swaraj, he also dwells on the condition of India as it has developed under the British rule and tutelage. He makes a basic formulation that under the impact of the British rule in India is turning into an irreligious country. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലെ ഇന്ത്യ ഒരു ഇർറിലീജിയസ് രാജ്യമായിട്ട് മാറുന്നു. മതവിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ ഈശ്വര വിശ്വാസമില്ലാത്ത ഒരു രാജ്യമായിട്ട് മാറുന്നു. He hastens to add that he is not thinking of any particular religion but rather of that religion which underlies all religions. അപ്പോൾ ഗാന്ധിജി ഇവിടെ ഒരു പ്രത്യേക മതത്തെക്കുറിച്ചല്ല പറയുന്നത്. പൊതുവെ ജനങ്ങൾക്ക് ഈശ്വരനിലും നന്മയിലും ധർമ്മത്തിലും ഒക്കെയുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. അത് ഒരു മോഡേൺ സിവിലൈസേഷൻ കൊണ്ടുവന്ന തെറ്റായിട്ടാണ് അദ്ദേഹം കാണുന്നത്. Then he turns his moral gaze to some of major developments like railways and emergence of new elite like lawyers and doctors. പിന്നെ അദ്ദേഹം റെയിൽവേസിനെ കുറിച്ച് പറയുന്നു, ലോയേഴ്സിനെ കുറിച്ചും ഡോക്ടേഴ്സിനെ കുറിച്ചും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത്, ഇന്ത്യൻ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് എന്നും അദ്ദേഹം പറയും. റെയിൽവേയെ കുറിച്ച് പറയുകയാണെങ്കിൽ, railways have helped the British to tighten their grip over India. Besides, they have been also responsible for famines, epidemics and other problems for the country. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ അധികാരം ഇന്ത്യയിൽ വളരെ ശക്തമാക്കാൻ സഹായിച്ച ഒരു ഘടകം റെയിൽവേസ് ആണെന്നാണ് ഗാന്ധിജി അവകാശപ്പെടുന്നത്. മാത്രമല്ല വലിയ ഫാമിൻസും, വലിയ ക്ഷാമം, അതുപോലെ തന്നെ വലിയ രോഗങ്ങൾ, ഇതൊക്കെ പലയിടത്തും പടർത്താനും റെയിൽവേ സഹായിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഇനി ഇന്ത്യൻ നാഷണലിസത്തെ, ഇന്ത്യയുടെ ദേശീയ ബോധത്തെ വളർത്താൻ റെയിൽവേസ് സഹായിച്ചിട്ടുണ്ട് എന്നൊരു ആർഗ്യുമെന്റ് ഉണ്ട്. പക്ഷെ അദ്ദേഹം അതിൽ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം പറയുന്നു, ഇന്ത്യ ഹാഡ് ബീൻ എ നേഷൻ മച്ച് ബിഫോർ ദ ബ്രിട്ടീഷ് കോളനി. അദ്ദേഹം പറയുന്നത് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പേ ഇന്ത്യ ഒരു ദേശമാണ്, ഒരു ദേശീയ ബോധം ഇന്ത്യയിലുണ്ട്. പിന്നെ എന്തിനാണ് ബ്രിട്ടീഷുകാർ വന്നിട്ട് നമുക്കൊരു ദേശീയ ബോധം ഉണ്ടാകുന്നത്, നേരത്തെ ഉള്ളതല്ലേ. അതുപോലെ തന്നെ ഈ ചാപ്റ്റർ 11 of Hind Swaraj, he argues that lawyers have contributed more to the degradation of India. വക്കീൽമാരെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ നാശത്തിന് ഒരുപാട് പങ്ക് വഹിക്കുന്ന ആളുകളാണ് വക്കീലന്മാരെന്നാണ്. അദ്ദേഹം ഒരു ലോയർ ആയിരുന്നു എന്ന് ഓർക്കണം. Besides, they have accentuated the Hindu-Muslim dissensions, helped the British to consolidate their position and have sucked the blood of the poor of India. മാത്രമല്ല, അതിന് പുറമെ ഈ ലോയേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഹിന്ദു മുസ്ലിം യൂണിറ്റി ഇല്ലാതാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല ബ്രിട്ടീഷുകാരുടെ അധികാരം ഇന്ത്യയിൽ ഉറപ്പിക്കാൻ അവർ സഹായിച്ചിട്ടുണ്ട്. പാവങ്ങളെ ചൂഷണം ചെയ്യാനും ധാരാളം വക്കീലന്മാർ ഇന്ത്യയിലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. In the next chapter, he describes how doctors have failed the Indian society. In his opinion, doctors have been primarily responsible for making the people self-indulgent and taking less care of their bodies. അടുത്തത് വൈദ്യന്മാരെ കുറിച്ച്, മോഡേൺ മെഡിസിനിലുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ഈ ഡോക്ടേഴ്സ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള ഒരു ബോധം, അത് സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ബോധമൊക്കെ ഇല്ലാതെയാക്കാനാണ് ഇന്ത്യയിലെ ഡോക്ടേഴ്സ് സഹായിച്ചിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇൻ അനദർ ചാപ്റ്റർ ഓഫ് ഹിന്ദ് സ്വരാജ്, ഹി എക്സാമിൻസ് ദ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇനി അദ്ദേഹം ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ച് പറയുന്നു മറ്റൊരു ചാപ്റ്ററിൽ. അദ്ദേഹം പറയുന്നത് ഫോൾസ് എഡ്യൂക്കേഷൻ, അതൊരു തെറ്റായ എഡ്യൂക്കേഷൻ ആണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. For him, the basic aim of education should be to bring all senses
under our control and to help imbibe ethical behavior of our life. നമ്മുടെ ഇന്ദ്രിയങ്ങളെ അടക്കുക, അതുപോലെ തന്നെ ധാർമ്മികമായിട്ടുള്ള ഒരു സ്വഭാവ രീതി, പെരുമാറ്റ രീതി കൊണ്ടുവരിക, ഇതാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അങ്ങനെയല്ല. ഒരു മെക്കാള സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഫോളോ ചെയ്യുന്ന ഒരു സംഗതിയാണ് ഇന്ത്യയിലുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി മറ്റൊന്ന്, അദ്ദേഹം സ്വരാജിനെ കുറിച്ച് പറയുന്നു, സ്വയംഭരണത്തെക്കുറിച്ച്. പുസ്തകത്തിന്റെ പേര് തന്നെ ഹിന്ദു സ്വരാജ് എന്നാണല്ലോ. Mere transfer of power from British hands to Indian hands would not lead to the true Swaraj. അദ്ദേഹം പറയുന്നു, സ്വയംഭരണം എന്ന് പറയുന്നത്, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്കാരിലേക്ക് അധികാരം വരിക എന്ന് മാത്രമല്ല. അത് അങ്ങനെ ആയതുകൊണ്ട് ഒരു കാര്യമൊന്നുമില്ല, ബ്രിട്ടീഷുകാർ ഇല്ലാതെ ഒരു ഭരണം നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. He adds that would be nothing more than having English rule without Englishmen. ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോവുക അല്ലെങ്കിൽ അധികാരം അവരിൽ നിന്ന് കിട്ടുക എന്നതുകൊണ്ട് മാത്രം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം മറ്റൊരു ചാപ്റ്ററിൽ, 14ാമത്തെ ചാപ്റ്ററിൽ പറയുന്നു, ആ ചാപ്റ്ററിന്റെ പേര് ഹൗ ക്യാൻ ഇന്ത്യ ബിക്കം ഫ്രീ എന്നാണ്. അതിൽ പറയുന്നത്, ഹി ട്രൈസ് ടു ഡിഫൈൻ ട്രൂ സ്വരാജ് ബൈ സേയിങ് ദാറ്റ് ഇഫ് വി ബിക്കെയിം ഫ്രീ ഇന്ത്യ വുഡ് ബി ഫ്രീ. ഓരോ ഇൻഡിവിജ്വലും, ഓരോ പൗരനും ഫ്രീ ആകുമ്പോഴേ ഇന്ത്യ ഫ്രീ ആകുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു, ഇൻഡിപെൻഡന്റ് ആകുള്ളൂ. ഓരോ പൗരനും സ്വതന്ത്രനാകുമ്പോഴേ ഇന്ത്യ സ്വതന്ത്രമാകുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി സ്വരാജ് when we learn to rule ourselves, such a Swaraj would have to be experienced by each one of us. ഓരോരുത്തർക്കും സ്വയം ഭരിക്കാനുള്ള അധികാരം ഉണ്ടാകണം. അത് ഓരോരുത്തർക്കും ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുമ്പോൾ മാത്രമേ ഇന്ത്യ സ്വതന്ത്രയായി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി അദ്ദേഹം ഇന്ത്യൻ നേഷൻഹുഡിനെ കുറിച്ച് പറയുന്നു. He puts forward the argument that Indian people constituted a nation much before the British came. India has always been a conglomerate of different creeds and communities. He asserts that our seers and sages laid the foundation of our national unity. അദ്ദേഹം പറയുന്നു, ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പേ നമുക്കൊരു ദേശീയതയുണ്ട്. ബ്രിട്ടീഷുകാരായിട്ടല്ല ഇന്ത്യയെ ഒരു ദേശമാക്കി മാറ്റിയത്, അതിന് മുൻപുണ്ട്. മാത്രമല്ല ധാരാളം മുൻപുണ്ടായിരുന്ന ഋഷിമാരും സന്യാസിമാരും ഒക്കെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് ധാരാളം ആശ്രമങ്ങളൊക്കെ കെട്ടിപ്പടുത്തിട്ടുണ്ട്. അതൊക്കെ മുൻപ് നിലനിന്നിരുന്ന ശക്തമായ ഒരു കെട്ടുറപ്പിന്റെ അടയാളങ്ങളാണ് എന്നാണ് ഗാന്ധിജി അവകാശപ്പെടുന്നത്. ഇനി അദ്ദേഹം ഹിന്ദു സ്വരാജിലെ മറ്റൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നത്, വിഷൻ ഓഫ് ആൻ ഓൾട്ടർനേറ്റീവ് സൊസൈറ്റി. Gandhi avows that the ancient Indian civilization fits the bill for being a true civilization. Ancient Indian civilization, പുരാതന ഇന്ത്യൻ സംസ്കാരം ഒരു ട്രൂ സിവിലൈസേഷൻ ആണെന്നാണ് ഗാന്ധിജി പറയുന്നത്. He identifies his core values such as, അതായത് അദ്ദേഹം ഈ പുരാതന ഇന്ത്യൻ സംസ്കാരത്തിന്റെ പ്രത്യേകതകളായിട്ട് ഗാന്ധിജി കണ്ടെത്തുന്നത് ഇവയാണ്: സെൽഫ് ഇന്റലിജൻസ്, ലിമിറ്റ്സ് ടു സെൽഫ് ഇന്റലിജൻസ്, സ്വന്തം അതിഭയങ്കരമായിട്ട് ഉള്ള സുഖം അനുഭവിക്കാനുള്ള താല്പര്യം, സുഖലോലുപത, അതിനൊരു ലിമിറ്റുണ്ട്. ലക്ഷറിയും പ്ലഷറും അനുഭവിച്ച് ജീവിക്കുക എന്നുള്ള കാര്യത്തിന് ഒരു പരിധി ഇന്ത്യൻ സംസ്കാരത്തിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആൻസെസ്ട്രൽ പ്രൊഫഷനിലുള്ള എംഫസിസ്, ഗ്രാമീണ ജീവിതം, മോറൽ കൺട്രോള്, അതായത് രാജാക്കന്മാരെ എപ്പോഴും കൺട്രോൾ ചെയ്തിരുന്നത് സന്യാസിമാരായിരുന്നു. അൺനെസസറി കോമ്പറ്റീറ്റീവ്നെസ്, അനാവശ്യമായിട്ടുള്ള ശത്രുതയും മത്സര്യബോധവും ഇല്ലാത്തൊരവസ്ഥ. അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ ടെക്നോളജീസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ജീവിതം. ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പൊളിറ്റി, രാഷ്ട്രീയം അധികാര വികേന്ദ്രീകരണം നടക്കുന്ന ഒരവസ്ഥ. ഇതൊക്കെ ഏൻഷ്യന്റ് ഇന്ത്യൻ കൾച്ചറിന്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏൻഷ്യന്റ് ഇന്ത്യൻ സിവിലൈസേഷൻ ഒരു ട്രൂ സിവിലൈസേഷൻ ആയിരുന്നു എന്ന് ഗാന്ധിജി അഭിപ്രായപ്പെടുന്നു. ഹി അഡ്മിറ്റ്സ് ദാറ്റ് അറ്റ് പ്രസന്റ് മോഡേൺ ഇന്ത്യ ഈസ് മൂവിങ് അവേ ഫ്രം ദീസ് ടു ഓൾഡ് വാല്യൂസ്. അദ്ദേഹം പറയുന്നു, ഈ കാലഘട്ടത്തിൽ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ആ പഴയ പുരാതന ഇന്ത്യൻ ആദർശങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറിപ്പോകുന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. ഇതാണ് ഹിന്ദു സ്വരാജിനെ കുറിച്ച് പറയാനുള്ളത്. Then module 3, critique of Gandhi. So in this module we will discuss some important personalities who had a difference of opinion with Gandhi. ഗാന്ധിയുടെ അഭിപ്രായത്തോട് യോജിക്കാത്ത, അല്ലെങ്കിൽ അതിന് പല കാര്യത്തിലും യോജിക്കാത്ത ചില ആളുകളെ കുറിച്ചാണ് നമ്മൾ മൊഡ്യൂൾ 3 ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്രിറ്റിക് ഓഫ് ഗാന്ധി.
First, we will discuss Rabindranath Tagore. So, Rabindranath Tagore from 1861 to 1941 was an outstanding literary figure of India who exerted considerable influence on human thinking in the contemporary world. We all know that. So, the essence of influence extended to the political arena as well as by its elucidation of important concepts like nationalism, freedom, human rationality, and his many differences in Mahatma Gandhi's philosophy and strategies. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ പല ഫിലോസഫിക്ക് ടാഗോറിന് വലിയ എതിർപ്പുണ്ടായിരുന്നു. The essence of Gandhi's entire political philosophy is in Hind Swaraj and Tagore's in Swadeshi Samaj. രണ്ട് പ്രധാനപ്പെട്ട വർക്കുകളാണ്. ഹിന്ദു സ്വരാജ് നമ്മൾ നേരത്തെ പഠിച്ചു. ടാഗോറിന്റെ സ്വദേശി സമാജ് എന്ന് പറയുന്ന 1904 ഇറങ്ങിയ മറ്റൊരു വർക്ക്. ഈ രണ്ട് പുസ്തകങ്ങളിലുമാണ് ഈ രണ്ടാളുകളുടെയും ഫിലോസഫിയെ കുറിച്ച് അവർ തന്നെ എഴുതിയിട്ടുള്ളത്. Gandhi wished to develop a more Indian-centric nationalism which would be far more welcoming and rooted in Indian traditions and cultures rather than being influenced by the West. അപ്പോൾ നാഷണലിസത്തെക്കുറിച്ച് ഈ രണ്ടുപേർക്കും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നു, ദേശീയതയെക്കുറിച്ച്. അപ്പോൾ ഗാന്ധിയുടെ അഭിപ്രായത്തിൽ ഒരു ഇന്ത്യയിൽ തന്നെ ഇന്ത്യൻ സംസ്കാരത്തിൽ ഊന്നി നിൽക്കുന്ന ഒരു ദേശീയതയെക്കുറിച്ചാണ് ഗാന്ധി സ്വപ്നം കണ്ടിരുന്നത്. Tagore believed that nationalism was just another term for the appropriation of wealth and territory of other countries and that it would violate the basic ideals of humanity. മാനവികതയുടെ അടിസ്ഥാന പ്രമാണങ്ങൾക്കെതിരാണ് ദേശീയ ബോധമെന്നാണ് ടാഗോർ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരുപാട് അധികാരം ഉപയോഗിച്ച് മറ്റുള്ള രാജ്യങ്ങളുടെ സ്വത്തും ഭൂമിയും ഒക്കെ പിടിച്ചെടുക്കാനാണ് നാഷണലിസം ഉപയോഗിക്കുന്നതെന്നാണ് ടാഗോർ അവകാശപ്പെട്ടത്. Mahatma Gandhi argued that the type of nationalism favored by freedom fighters everywhere was too violent in its nature and approach, and it would only lead to future conflicts. ഇനി ഫ്രീഡം ഫൈറ്റേഴ്സ്, ഇന്ത്യക്ക് പുറമെയുള്ള ഫ്രീഡം ഫൈറ്റേഴ്സ് പലപ്പോഴും അതിശക്തമായിട്ടുള്ള നാഷണലിസമാണ് അവർ കൊണ്ടുവരുന്നത്. അത് ശരിയല്ല എന്നുള്ള അഭിപ്രായം മഹാത്മാഗാന്ധിക്ക് ഉണ്ടായിരുന്നു. Rabindranath Tagore argued that violent nationalism would destroy civilization itself. അതിഭയങ്കരമായിട്ടുള്ള നാഷണലിസം, തീവ്രമായിട്ടുള്ള ദേശീയ ബോധം, ദേശീയത ഒരു സംസ്കാരത്തെ തന്നെ ഇല്ലാതെയാക്കുമെന്നാണ് ടാഗോർ വിശ്വസിച്ചിരുന്നത്. He also opposed to the non-violent forms of nationalism, such as the one represented by Mahatma Gandhi's non-cooperation movement, which he felt presented a more isolationist view of India. അപ്പോൾ അതേസമയം തന്നെ വയലന്റ് നാഷണലിസത്തിനെതിരാണെങ്കിലും നോൺ വയലന്റ് നാഷണലിസം അദ്ദേഹത്തിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ടാഗോറിന്. ഫോർ എക്സാമ്പിൾ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഒന്നും മഹാത്മാഗാന്ധിയുടെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഒന്നും അത്ര അപ്പീലിംഗ് ആയിട്ട് രബീന്ദ്രനാഥ് ടാഗോറിന് തോന്നിയിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. Mahatma Gandhi advocated that the role of a lingua franca, that's a common language, will play a crucial role in fostering nationalism in a country that has different languages and dialect groups. ഗാന്ധിജി പറഞ്ഞ മറ്റൊരു കാര്യം, ഒരു പ്രത്യേക ഭാഷ, ഒരു അടിസ്ഥാന ഭാഷ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സംസ്കാരങ്ങളുള്ള ഭാഷകളുള്ള ആളുകളെ ഒരുമിപ്പിക്കാൻ, ദേശീയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുമിപ്പിക്കാൻ സാധിക്കുമെന്നാണ് ഗാന്ധിജി വിശ്വസിച്ചിരുന്നത്. അതേസമയം രബീന്ദ്രനാഥ് ടാഗോർ believed that contemporary nationalism will eventually take a violent form and thus it was necessary to arrive at an alternative. ഈ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ, ഗാന്ധിജിയുടെയും അതുപോലെ തന്നെ ടാഗോറിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നാഷണലിസ്റ്റ് ചിന്താഗതി, ദേശീയ ബോധം ഒരു വയലന്റ് ആയിട്ടുള്ള ഒരു വലിയ കലാപത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ടാഗോർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വേറൊരു വഴി കണ്ടെത്തണമെന്ന് ടാഗോർ പലപ്പോഴും ആവശ്യപ്പെട്ടിരുന്നു. ഇതാണ് നാഷണലിസം എന്ന് പറയുന്നൊരു സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് വ്യക്തികൾക്കും ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ. Now we will move on to B.R. Ambedkar. Baba Saheb Ambedkar is one of the foremost thinkers of modern India. His thought is centrally concerned with the issues of freedom, human equality, democracy, socio-political emancipation. And he was one of the principal critics of India's national movement led by M.K. Gandhi. Mahatma Gandhiയുടെ ആശയങ്ങളോട് ശക്തമായി വിയോജിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അംബേദ്കർ. And Ambedkar described himself as a progressive radical. അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്ന ഒരു progressive radical എന്നാണ്.
He argued that liberal systems conceal deep inequalities of minorities such as the conditions of the blacks in USA and Jews in Europe. ലിബറൽ വ്യവസ്ഥയിൽ പലപ്പോഴും ഈ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ആശയങ്ങളും താല്പര്യങ്ങളും നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം US-ലുള്ള കറുത്ത വർഗ്ഗക്കാരെയും യൂറോപ്പിലുള്ള ജൂസിനെ കുറിച്ചും അവരുടെ ഉദാഹരണമെടുത്താണ് പറഞ്ഞിരുന്നത്. And he was very critical of the Brahminical ideology, which he felt has been dominant ideological expression in India. അപ്പോൾ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ അടിസ്ഥാനത്തിൽ നിന്നിരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയെ അദ്ദേഹം എതിർത്തിരുന്നു. അത് because it subscribed to the principle of graded inequality in organizing social institutions relations, defended the principle of birth or principle of worth. ജാതിയുടെ അടിസ്ഥാനത്തിൽ ഒരാളുടെ ജീവിതം, അയാളുടെ കഴിവ്, അയാളുടെ ജോലി ഇതൊക്കെ നിർണ്ണയിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിന്നിരുന്നത്. അത് ശരിയല്ല എന്ന് അദ്ദേഹം വാദിച്ചിരുന്നു. അപ്പോൾ ഒരു ഗ്രേഡഡ് ഇനീക്വാലിറ്റി, പല തട്ടിലുള്ള ഉച്ചനീചത്വ വ്യവസ്ഥയാണ് ഇന്ത്യൻ സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. അതിനെ അദ്ദേഹം എതിർത്തിരുന്നു. And he defended the principle of birth over the principle of worth. Okay, undermined reason and upheld rituals and priestcraft. അപ്പോൾ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ, അന്ധവിശ്വാസങ്ങളെയൊക്കെ ഉണർത്തിക്കൊണ്ടുവരികയും ഒരാളുടെ ജനനത്തിന്റെ അടിസ്ഥാനത്തിന് അയാളുടെ മെറിറ്റ് കണ്ടെത്തുകയും അയാളുടെ കഴിവിനെ കാണാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ, ഇതൊക്കെ ഈ ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമൂഹത്തിൽ നിലനിൽക്കുന്നതാണ്. And this ideology reduced the Shudra and untouchable to perpetual drudgery and ignominy. It defended inequality. അതിശക്തമായിട്ടുള്ള ജാതി വേർതിരിവുകൾ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഈ വേർതിരിവുകളെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ബ്രാഹ്മണിക്കൽ ഐഡിയോളജി ചെയ്യുന്നത് എന്നാണ് അംബേദ്കർ അഭിപ്രായപ്പെടുന്നത്. And he was a bitter critic of Gandhi and Gandhism. ഗാന്ധിയും അതുപോലെ തന്നെ ഗാന്ധിസത്തോടും വലിയ താല്പര്യമൊന്നും അംബേദ്കർ ഉണ്ടായിരുന്നില്ല. അംബേദ്കർ കാര്യമായിട്ട് ഗാന്ധിയെയും ഗാന്ധിസത്തെയും വിമർശിച്ചിരുന്നു. He attacked Gandhi's approach to abolition of untouchability, an approach that denied its sanction in the Shastras and which called upon caste Hindus to voluntarily renounce it and make preparations for the same. ഇപ്പോൾ ഗാന്ധി സംബന്ധിച്ചിടത്തോളം ജാതി വിശ്വസിക്കുന്ന ഉയർന്ന സോക്കോൾഡ് ഹയർ വർണ്ണാസിലുള്ള ജാതിയിലുള്ള കാസ്റ്റിലുള്ള ഹിന്ദുസ് സ്വയം അൺടച്ചബിലിറ്റി തള്ളിക്കളയണം എന്നാണ് ഗാന്ധിജി ആവശ്യപ്പെട്ടിരുന്നത്. അംബേദ്കർ felt that rights and humanity cannot be left to the mercy and prejudices of people who have developed a vested interest in undermining them. അപ്പൊ അംബേദ്കറുടെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ, ജാതി വ്യവസ്ഥ നിലനിർത്തുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്ന ആൾക്കാർക്ക് ഒരിക്കലും അത് ഇല്ലാതെയാക്കാൻ കഴിയില്ല എന്നാണ് അംബേദ്കർ പറഞ്ഞിരുന്നത്. He did not demarcate the caste system and Varna system as Gandhi did, but saw both of them upholding the same principle of graded inequality. അപ്പോൾ വർണ്ണം എന്ന് പറയുന്നത് നമുക്ക് ജാതി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് എന്ന് ഗാന്ധി അഭിപ്രായപ്പെട്ടിരുന്നു. പക്ഷേ അംബേദ്കറിന് അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നും തോന്നിയിരുന്നില്ല. രണ്ടും ഇത്തരത്തിലുള്ള ഉച്ചനീചത്വത്തിന് ഫലം പകരുന്നതാണെന്നാണ് അംബേദ്കർ വിശ്വസിച്ചിരുന്നത്. Even if untouchability is abolished through the Gandhian appeal to conscience, which Ambedkar did not think possible, untouchables will continue to occupy the lowest rung of the society as the layer of the Shudras. ഗാന്ധിയുടെ അഭിപ്രായത്തിൽ ഒരു പുതിയ മാറ്റം, മനസ്സിൽ നിന്നൊരു മാറ്റം വന്നിട്ട് അൺടച്ചബിലിറ്റി മാറണം എന്ന് ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അതിൽ കാര്യമില്ലെന്നാണ് അംബേദ്കർ പറയുന്നത്. അക്കോർഡിംഗ് ടു ഹിം, untouchables will continue to occupy the lowest rung of the society as a layer of Shudras. Ambedkar rejected many central notions as propounded by Gandhi, such as Swaraj, non-violence, decentralization, Khadi, trusteeship and vegetarianism. അപ്പോൾ ഗാന്ധിയുടെ പല അഭിപ്രായങ്ങളും, സ്വരാജ്, നോൺ വയലൻസ്, ഡീസെൻട്രലൈസേഷൻ, ഖാദി, ട്രസ്റ്റിഷിപ്പ്, അതുപോലെ തന്നെ വെജിറ്റേറിയനിസം, ഇതിനൊന്നും കാര്യമായിട്ടുള്ള ഇതൊക്കെ അംബേദ്കർ തള്ളിക്കളയാണ് ചെയ്തിരുന്നത്. Now we have Subhash Chandra Bose. Subhash Chandra Bose was the most dynamic leader of India's struggle for independence.
His contribution towards India's freedom struggle was of a revolutionary. വിപ്ലവകാരിയായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. ഇനി ideologically, Gandhi subscribed to the socialist pattern of society where fruits of labor were evenly distributed and favored trusteeship pattern of relations between capitalists and laborers. At the same time, Subhash Chandra was a keen follower of radical leftist ideology and organized trade unions. അപ്പോൾ ഗാന്ധിജി ഒരു സോഷ്യലിസ്റ്റ് ആയിരുന്നു, ട്രസ്റ്റിഷിപ്പിലൊക്കെ വിശ്വസിച്ചിരുന്ന ആളായിരുന്നു എന്ന് നോക്കുകയാണെങ്കിൽ, അതേസമയം സുഭാഷ് ചന്ദ്രബോസ് വളരെ തീവ്രമായിട്ടുള്ള ഒരു ഇടതുപക്ഷ ഐഡിയോളജി കൊണ്ടുനടന്നിരുന്ന ആളായിരുന്നു. ശക്തമായ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളായിരുന്നു. Bose wanted to grab the opportunity provided by Second World War for India's freedom, thus approached Germany, Japan, while Gandhi saw fascism and Nazism a greater danger to Indian politics. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം വന്ന സമയത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അവസരമാണെന്നാണ് ബോസ് അതിനെക്കുറിച്ച് ആ ഒരു കാലഘട്ടത്തെ എടുത്തത്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ജർമ്മനിയിലും ജപ്പാനിലും ഒക്കെ ഇന്ത്യക്ക് വേണ്ടിയുള്ള സഹായം അഭ്യർത്ഥിച്ചു പോകുന്നുണ്ട്. പക്ഷെ അതേസമയം നാസിസവും ഫാസിസവും ഒക്കെ തെറ്റായ കാര്യങ്ങളാണെന്നും തെറ്റായിട്ടുള്ള പൊളിറ്റിക്കൽ മെത്തേഡ്സ് ആണെന്നും അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ ഒരിക്കലും ഇന്ത്യൻ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ലെന്നും വിശ്വസിച്ചിരുന്ന ആളായിരുന്നു ഗാന്ധി. Religious teachings had great importance in the life of Gandhi, while Subhash Chandra Bose was a leftist and rationalist. സുഭാഷ് ചന്ദ്രബോസ് ഒരു റാഷണലിസ്റ്റ് ആയിരുന്നു, യുക്തിവാദിയായിരുന്നു. ഗാന്ധി ഒരു ഈശ്വരവിശ്വാസിയും മതത്തിലൊക്കെ വിശ്വസിച്ചിരുന്ന ആളായിരുന്നു. Gandhi's idea of freedom was based on self-rule and rule over self. Bose viewed freedom not only in terms of political self-rule but also freedom from socio-economic inequalities. അപ്പോൾ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധി കുറെ കൂടി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സെൽഫ് റൂളിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു. സുഭാഷ് ചന്ദ്രബോസ് അങ്ങനെയല്ല, വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഫ്രീഡത്തെക്കുറിച്ചും എക്കണോമിക് ഫ്രീഡത്തെക്കുറിച്ചും ഒക്കെ ആയിരുന്നു സുഭാഷ് ചന്ദ്രബോസ് ചിന്തിച്ചിരുന്നത്. സോ അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ തമ്മിലുണ്ടായിരുന്നു. Then we have Jawaharlal Nehru. Jawaharlal Nehru was born into politics. അദ്ദേഹത്തിന്റെ ജന്മം തന്നെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിലാണ്. His father Motilal Nehru was a veteran congressman and committed to the cause of India's freedom for a very long time. So his first big involvement of Jawaharlal Nehru came at the onset of the non-cooperation movement in 1920. ഏറ്റവും ശക്തമായി അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് 1920 non-cooperation മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. നെഹ്റു joined in wholeheartedly in the Satyagraha based movement that stormed India. Nehru was arrested on charges of anti-governmental activities and was released a few months later. ഈ non-cooperation മൂവ്മെന്റിൽ പങ്കെടുത്ത അദ്ദേഹം ജയിലിൽ പോകുന്നു. In the rift formed within the Congress following the sudden closure of the non-cooperation movement after the Chauri Chaura incident, Nehru remained loyal to Gandhi's camp and denied to join the Swaraj Party. അപ്പോൾ 1922 ചോരി ചോര സംഭവത്തിന്റെ ഭാഗത്തിന് ശേഷം non-cooperation മൂവ്മെന്റ് വളരെ പെട്ടെന്ന് ഗാന്ധിജി അവസാനിപ്പിക്കുമ്പോൾ പല കോൺഗ്രസ് പ്രവർത്തകരും ഗാന്ധിജിയുമായിട്ട് പിണങ്ങുന്നുണ്ട്. പക്ഷേ നെഹ്റു അദ്ദേഹത്തോടൊപ്പം തന്നെ കോൺഗ്രസിൽ തുടരുകയാണ് ചെയ്യുന്നത്. മോത്തിലാൽ നെഹ്റുവും CR ദാസും കൂടി ഉണ്ടാക്കിയ സ്വരാജ് പാർട്ടിയിലേക്ക് അദ്ദേഹം പോകുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. However, towards the end of the decade, Nehru grew increasingly impatient with the pacifist nature of the senior congressman. പക്ഷെ തുടക്കത്തിൽ ഗാന്ധിജിയുടെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള രാഷ്ട്രീയ പദ്ധതികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു നെഹ്റു എങ്കിലും കുറെ കൂടിയൊക്കെ കഴിയുന്ന സമയത്ത് കുറേയും കൂടി റാഡിക്കൽ ആയിട്ടുള്ള ഒരാളായിട്ട് മാറുന്നുണ്ട്. കുറച്ച് സോഷ്യലിസ്റ്റ് ചിന്താഗതിയും കുറച്ച് റാഡിക്കൽ ചിന്താഗതികളൊക്കെ നെഹ്റുവിന് ഉണ്ടായി വിടുന്നുണ്ട്. സുഭാഷ് ചന്ദ്രബോസിനോട് കൂടെ ചേർന്ന് Nehru was intent on complete freedom and believed in giving an ultimatum to the British government. ഇപ്പം ഇന്ത്യക്ക് ഒരു സ്വയംഭരണമല്ല, മറിച്ച് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് വേണ്ടത് എന്ന കാര്യത്തിലൊക്കെ പിന്നീട് നെഹ്റു തീരുമാനമെടുക്കുന്നു. അപ്പോൾ പിന്നീട് വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുകളാണ് വേണ്ടത് എന്നുള്ള കാര്യം നെഹ്റു പിന്നീട് മനസ്സിലാക്കുകയും ആ തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളും അഭിപ്രായങ്ങളൊക്കെ മാറുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ ഗാന്ധിജിയുടെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള നോൺ വയലന്റ് സത്യാഗ്രഹത്തിനൊക്കെ കുറേയൊക്കെ എതിരായിട്ടുള്ള രീതികളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. Nehru was elected the president of the Lahore Congress of 1929. He used the platform of the Lahore Conference to declare the goal of complete freedom for Purna Swaraj.
അങ്ങനെ 1929 ലാഹോർ കോൺഗ്രസ്സിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജാണ്, പരിപൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിക്കുന്നു. ആ സമയത്ത് നെഹ്റുവാണ് പ്രസിഡന്റ്. The civil disobedience movement was formally launched after the Lahore Congress, and Nehru wholeheartedly plunged himself into the non-violent protest and picking that took the nation by storm. He formed the Socialist Party within the Congress and insisted on more stern and immediate measures to realize the goal of India's freedom. അതിശക്തമായ നാഷണൽ മൂവ്മെന്റുകളിൽ അദ്ദേഹം പങ്കാളിയാകുന്നു. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിലെ ശക്തമായി പങ്കെടുക്കുന്നു. പിന്നീട് ശക്തമായ പോരാട്ടങ്ങളിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം നേടാൻ സാധിക്കുകയുള്ളൂ. നേരത്തെയുള്ള വളരെ പാസിഫിസ്റ്റ് ആയിട്ടുള്ള ആശയങ്ങളിലൂടെ സാധിക്കില്ല എന്ന് അവസാനത്തെ കുറെ കൂടി കഴിയുമ്പോൾ മനസ്സിലാക്കുന്ന ജവഹർലാൽ നെഹ്റു മനസ്സിലാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.